ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളെ, നിങ്ങളെവരെയും പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം വിശ്വാസികൾ ഏതിനെല്ലാം വിശ്വസ്തത പാലിക്കണം എന്നതാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യമായി സ്വയം വിശ്വസ്തനാണോ എന്ന് പരിശോധിക്കണം. എങ്ങനെയാണ് ആ പരിശോധന ചെയ്യേണ്ടത്? അവൻ യഥാർത്ഥ ഒരു വിശ്വാസിയാണോ? അവൻ്റെ കടമകൾ നിർവഹിക്കുന്നവനാണോ? അവൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെയും അവൻ ഏറ്റെടുത്ത് വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കുന്നവനാണോ? അവൻ മറ്റുള്ളവർക്ക് ഒരു മാതൃക ആണോ? അവൻ അനുസരണമുള്ളവനാണോ? അവൻ സത്യസന്ധനാണോ? ഈ കാര്യങ്ങൾ അവൾ സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളിൽ തോറ്റുപോകുന്ന ഒരു വ്യക്തിക്ക് വിശ്വസ്തത പാലിക്കുവാൻ സാധിക്കില്ല. സ്വയം വഞ്ചിക്കുന്ന ഒരു വ്യക്തി മറ്റുള്ളവർക്ക് എന്ത് സാധിച്ചു കൊടുക്കും എന്ന് നാം ഈ അവസരത്തിൽ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ വിഷയം വിശ്വാസികൾ ഏതിനെല്ലാം വിശ്വസ്തത പാലിക്കണം എന്നതാണ്. ഒന്നാമത്തെ കാര്യം, വരവ് ചിലവുകളിൽ വിശ്വസ്തത. അതായത് അനേകർ പരാജയപ്പെടുന്ന സ്ഥലം ആണ് ഇത്. അതിനായി തിരുവചനം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 2 രാജാക്കന്മാർ 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ പണി ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടതിന് ദ്രവ്യം ഏറ്റുവാങ്ങിയവരോട് അവർ കണക്ക് ചോദിച്ചില്ല. വിശ്വാസത്തിന്മേൽ ആയിരുന്നു അവർ പ്രവർത്തിച്ചു പോന്നത്. ഇവിടെ നാം കാണുന്നത് യഹൂദ രാജാവായ യെഹോവാശ് 40 വർഷങ്ങൾ യെരൂശലേമിൽ വാണതായ കാലമാണ്. രാജാവ് പുരോഹിതന്മാരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവർ പാലിക്കാതെ വന്നപ്പോൾ അവരെ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തി സിസ്റ്റം ചേഞ്ച് ചെയ്തു. തൻ്റെ 23-ാമത്തെ ഭരണവർഷം മഹാപുരോഹിതനായിരുന്ന യെഹോയാദായെ പരമേൽപ്പിച്ച പ്രകാരം ഒരു പെട്ടകമെടുത്ത് അതിൻ്റെ മൂടിയിൽ ഒരു ദ്വാരമുണ്ടാക്കി യാഗപീഠത്തിനരികെ യഹോവയുടെ ആലയത്തിലേക്ക് പ്രവേശന കവാടത്തിൽ അതിൻ്റെ വലത്തുഭാഗത്ത് വെച്ചതായി നാം ഇവിടെ കാണുന്നു. അതിൽ വീഴുന്ന ദ്രവ്യം വളരെയായി എന്ന് കാണുമ്പോൾ രാജാവിൻ്റെ രായസക്കാരനും മഹാപുരോഹിതനും കൂടെ ചെന്ന് യഹോവയുടെ ആലയത്തിൽ കണ്ട ദ്രവ്യം എണ്ണി സഞ്ചികളിൽ കെട്ടി ദേവാലയത്തിൻ്റെ പണി നടത്തുന്ന വിചാരകന്മാർക്ക് കൊടുത്ത് ആ ദ്രവ്യം കൊണ്ട് ദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യിച്ചു പോന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതായത് അവർ വിശ്വസ്തരായിരുന്നതിനാൽ പണി ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടുന്ന ദ്രവ്യം ഏറ്റുവാങ്ങിയവരോട് അവർ കണക്ക് ചോദിച്ചില്ല എന്നാണ് ഇവിടെ എടുത്ത് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഭണ്ഡാര ഗൃഹത്തോടുള്ള വിശ്വസ്തത. നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ ശേലെമ്യ പുരോഹിതനെയും സാദോക്ക് ശാസ്ത്രിയെയും ലേവ്യരിൽ പെദായാവെയും ഇവർക്ക് സഹായിയായിട്ട് മദ്യന്യാവിൻ്റെ മകനായ സക്കൂറിൻ്റെ മകൻ ഹനാനെയും ഭണ്ഡാര ഗൃഹങ്ങളുടെ മേൽവിചാരകന്മാരായി നിയമിച്ചു. അവരെ വിശ്വസ്തരെന്ന് എണ്ണിയിരുന്നു. തങ്ങളുടെ സഹോദരന്മാർക്ക് പങ്കിട്ടു കൊടുക്കുന്നതായിരുന്നു അവരുടെ ഉദ്യോഗം. ഇവിടെ നാം കാണുന്നത് ഭണ്ഡാരഗൃഹങ്ങളുടെ മേൽ വിചാരകന്മാരായി നിയമിച്ച ആളുകളെക്കുറിച്ചാണ്. എവിടെയാണ് എങ്കിലും വിശ്വസ്തതയില്ലാതെ ഒന്നും തന്നെ ശരിയാവുകയില്ല. നമ്മുടെ വീടുകൾ ശിഥിലമാകുന്നതിന് കാരണവും മണി മാനേജ്മെൻറ്റിൽ ഉണ്ടാകുന്ന മിസ്മാനേജ്മെൻറ്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ്, ഔദ്യോഗിക രംഗത്ത് ഉള്ള വിശ്വസ്തത ആണ് നാം ഇവിടെ കാണുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ ദാനിയേലിൻ്റെ വിശ്വസ്തതയാണ് നാം കാണുന്നത്. അവനെ ആർക്കും തോൽപ്പിക്കുവാൻ സാധിക്കാഞ്ഞത് അവൻ ദൈവമുമ്പാകെയും വിശ്വസ്തനായിരുന്നു എന്നതിനാലാണ്. നാലാമത്തെ പോയിന്റ്, അല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ ആണ് എന്ന് നമ്മളോട് വചനം പറയുന്നു. ലൂക്കോസ് എവൻഗേലിയോസ്ത എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 17-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: അവനോട്
നന്ന് നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവൻ ആയിരിക്കുക എന്ന് കൽപ്പിച്ചു എന്ന് ഇവിടുത്തെ വേദഭാഗം പറയുന്നു. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം എന്നത് കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വിചാരിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. 12-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തിട്ട് വ്യാപാരം ചെയ്തു കൊള്ളാൻ പറഞ്ഞു. 13-ാമത്തെ വാക്യത്തിൽ ഇത് പറയുന്നു, അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ ആ ദാസന്മാരെ വിളിച്ച് അവർക്ക് കൊടുത്ത വെള്ളി കൊണ്ട് എന്ത് ചെയ്തു എന്ന് അന്വേഷിച്ചു. ഒന്നാമൻ അതുകൊണ്ട് 10 റാത്തൽ കൂടി സമ്പാദിച്ചു എന്നറിഞ്ഞ് സന്തോഷിക്കുകയും അവന് 10 പട്ടണങ്ങളുടെ അധികാരം കൊടുക്കുകയും ചെയ്തതായാണ് നാം ഇവിടെ കാണുന്നത്. രണ്ടാമൻ 5 റാത്തൽ സമ്പാദിച്ചു, അവന് 5 പട്ടണങ്ങളുടെ അധികാരം കൊടുത്തു. മറ്റൊരുവൻ അവന് ലഭിച്ചതിനെ ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെച്ചു. അത് അവനിൽ നിന്നും തിരികെ വാങ്ങി 10 റാത്തൽ സമ്പാദിച്ചവനെ കൊടുത്തതായി കാണുന്നു. ഇവിടെ നാം ഈ ഉപമയിൽ കാണുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള കൃപാവരങ്ങളെ ശരിക്കും വിനിയോഗിച്ചില്ല എങ്കിൽ നമ്മിൽ നിന്നും അത് എടുത്തു കളയും എന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം നമ്മൾ ശരിക്കും നിർവഹിക്കുന്നില്ല എങ്കിൽ ആ ദൗത്യത്തിൽ നിന്നും നമ്മൾ മാറ്റപ്പെടും എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. 5-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗൃഹവിചാരകത്തിൽ വിശ്വസ്തൻ. പരിശുദ്ധനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഗൃഹവിചാരന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ഇവിടെ നാം കാണുന്നത് ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരന്മാരെ ആണ്. പൗലോസ് പറയുന്നു, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകർ മാത്രമല്ല, ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരന്മാരും കൂടി ആണ് എന്നാണ്. നമ്മൾ വിശ്വാസികളാണ് എന്ന് അവകാശപ്പെടുന്നു, എങ്കിലും വിശ്വാസികൾ ആണോ? നമ്മൾ സത്യസന്ധർ ആണോ? നമ്മുടെ വിശ്വാസം യഥാർത്ഥമാണോ? നമ്മുടെ ബന്ധങ്ങളിൽ വിശ്വസ്തത ഉണ്ടോ? നമ്മുടെ മിത്രങ്ങളും ആയുള്ള ഇടപെടലുകൾ വിശ്വാസ്യതയോട് കൂടിയതാണോ? നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് വിശ്വാസ്യത ഉണ്ടോ? സത്യസന്ധമായിട്ട് ആണോ നാം നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിക്കുന്നത്? നമ്മുടെ ദൗത്യങ്ങൾ സത്യസന്ധമായി നിർവഹിക്കാത്തതിൻ്റെ കുറവുകളാണ് നമ്മുടെ ഭവനങ്ങളിൽ കാണുന്നത്. ദൈവത്തോട് നാം സത്യസന്ധമായി വിശ്വസ്തയോടുകൂടി അടുത്ത് ചെല്ലണം എങ്കിൽ നാം ഭവനങ്ങളിലും സത്യസന്ധത ഉള്ളവർ ആയിരിക്കും. ഒരു വ്യക്തി വിശ്വസ്തത പഠിക്കുന്നത് അവൻ്റെ ഭവനത്തിൽ നിന്നും ആണ്. അതിന് ഉള്ള ഒരു വേദഭാഗം സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം 6-ാം വാക്യമാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് ഈ ഭാഗത്ത് പറയുന്നു. സത്യസന്ധത ജീവിതത്തിൽ പകർത്തുന്ന ഏത് വ്യക്തിയും ജീവിതത്തിൽ വിജയി ആയിരിക്കും. ദൈവം അവനെ കൈവിടുകയില്ല. ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ സമ്പത്ത് വിശ്വാസമാണ്. വിശ്വാസികൾ എല്ലാറ്റിനും സത്യസന്ധരായിരിക്കണം. അവന് കുടുംബജീവിതം ആയാലും, അത് വരവ് ചെലവ് കണക്കുകളിൽ ആയാലും, അത് പണ ഇടപാടുകളിലായാലും, അത് ഔദ്യോഗിക രംഗത്ത് ആയാലും, അത് സമൂഹത്തിലോ സഭയിലോ ആയാലും, വിശ്വസ്തത ഏത് ചെറിയ കാര്യത്തിൽ ആയാലും പാലിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. എന്ന് മാത്രമല്ല, വിശ്വാസികൾ ഏതിനെല്ലാം വിശ്വസ്തത പാലിക്കണം എന്നത് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ മനസ്സിലുണ്ടെങ്കിൽ, അവനപ്രകാരം പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവം അവനെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.